ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിൽ പോത്തിറച്ചി പൊരിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കണം. ഞാനിവിടെ 3 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള ബീഫിലേക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടി മിക്സ് ആക്കിയിട്ട് പൊടിച്ചതാണ്. അപ്പോൾ 2 മുളകും സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുന്നതാണെങ്കിൽ രണ്ടും പകുതി പകുതി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതൊരു 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാടൻ രീതിയിൽ പൊരിച്ചെടുക്കുന്ന ആയതുകൊണ്ട് നമുക്ക് വിറകടുപ്പിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ബീഫ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ വിറകടുപ്പിലായതുകൊണ്ട് നല്ലോണം വെള്ളം ആവശ്യമുണ്ടാവും. കുക്കറിലാകുമ്പോൾ പിന്നെ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. വിറകടുപ്പിലാകുമ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. ബീഫ് വേവിക്കാൻ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ കുക്കറിൽ വെക്കുന്ന പോലെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് പിന്നെ വേവ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇതിപ്പോൾ 1 മണിക്കൂർ 1.25 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഏകദേശം ബീഫ് വെന്ത് വരാനായി. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നാടൻ രീതിയിലാകുമ്പോൾ വെളിച്ചെണ്ണ തന്നെയല്ലോ ഒഴിക്കണ്ടേ. വെളിച്ചെണ്ണ 2 പ്രാവശ്യമായിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 1.25 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഇഷ്ടമുള്ള അത്രയും കറിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ കറിവേപ്പില നാടൻ ഫ്രഷ് കറിവേപ്പില ഉള്ളതുകൊണ്ട് എല്ലാത്തിലും ഇഷ്ടം പോലെ കറിവേപ്പില ഇട്ട് കൊടുക്കലുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയിൽ നിന്ന് ആ ബീഫ് ഇങ്ങനെ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരും. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ സമയത്ത് ബീഫ് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 കിലോ ബീഫാണ്. അപ്പോൾ അതിനാവശ്യമുള്ള മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ ആവശ്യമുള്ള മസാല ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ നാടൻ രീതിയിലുള്ള പോത്തിറച്ചി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. ഇതിൻ്റെ ടേസ്റ്റ് കുക്കറിൽ വെച്ചാൽ എന്തായാലും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറ്റുമെങ്കിൽ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.